മെസ്സേജ് അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോ തന്നെ റെനീഷ ഫോൺ എടുത്ത് വാട്സാപ്പ് കോൺടെസ്റ്റിൽ പങ്കെടുക്കുകയായിരുന്നു. വന്നില്ലേ? ഇപ്പൊ വരും. അയ്യോ, ഞാൻ അതിന് ഇന്ററപ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ ഓടിപ്പോയിട്ട് ബാക്കി ചെയ്യാം. റെനീഷ ഇവിടേക്ക് ആദ്യം മൈക്ക് തോന്നും. എന്താണ് റെനീഷയ്ക്ക് പറയാനുള്ളത്? ഇത്രയും നല്ല പ്രോഗ്രാംസുകളൊക്കെ കണ്ടു, ഈ വേദിയുടെ ഒരു ഭാഗമായി എന്ത് തോന്നുന്നു? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പറയാം, നമ്മള് പാലക്കാടുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സ്വന്തം നാട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ എന്ന് പറയുന്ന സമയത്ത് അതൊരു പ്രത്യേകതരം ഇമോഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ നാട്ടുകാരാണ്, പാലക്കാടാണ് സ്ഥലം എന്ന് പറയുമ്പോൾ അതൊരു വികാരമാണ്. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു പ്രോഗ്രാം, അതിൽ അംഗീകാരം ഏറ്റുവാങ്ങാനും അതുപോലെ അവാർഡ്സ് കൊടുക്കാനും വരുന്നത് നമ്മുടെ നാട്ടുകാർ. അതിനേക്കാൾ അതൊരു ഡബിൾ ധമാക്ക എന്നൊക്കെ പറയുന്ന പോലെ, ഭയങ്കര ഇരട്ടി മധുരം പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് സന്തോഷവും പ്രൗഡായിട്ടും തോന്നുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുരസ്കാരങ്ങൾ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഈ പുരസ്കാരം കൊടുക്കുക എന്നുള്ള കർത്തവ്യമാണ് എനിക്ക്. പക്ഷെ ഇത് വാങ്ങിക്കാൻ വരുന്നവർ ജീവിതാനുഭവങ്ങളുടെ സമ്പത്തുള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സീനിയേഴ്സ് ആയിട്ടുള്ള അമ്മമാരും ചേച്ചിമാരാണ് ഓരോ അവാർഡ്സും വാങ്ങിക്കാൻ വരുന്നവർ. അപ്പം എന്നെ പോലെ ഒരാൾ അത് ഒരു അവാർഡ് നൽകുക, ഇതുപോലുള്ള ആൾക്കാർക്ക് അവാർഡ് നൽകുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷവും അതിലുപരി അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം എന്നെ ഇന്നേ ദിവസം ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ കേരള വിഷനോട് ഒരു പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു റെനീഷ. താങ്ക് യു ഫോർ യുവർ ബ്യൂട്ടിഫുൾ വേർഡ്സ്, സ്വീറ്റ് വേർഡ്സ്. താങ്ക് യു. റെനീഷയോടൊപ്പം അടുത്ത അവാർഡിന് പ്രശംസാ പത്രം സമ്മാനിക്കുന്നതിനായി മിസ്റ്റർ സന്തോഷ്, ചോയ്സ് ഫുഡ്സ് ASM, മിസ്റ്റർ സന്തോഷിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ക്യാഷ് അവാർഡ് നൽകുന്നത് ശ്രീ മണികണ്ഠൻ യു, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ COA. ഇവരെ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്റൽ മണി പ്രസൻസ് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025-ൽ ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ് നമ്മൾ ഇനി സമ്മാനിക്കുന്നത്. ഈ ഒരു പുരസ്കാരം നമ്മുടെ മന്ത്രിയിൽ നിന്നും ഇവർ ഓൾറെഡി ഏറ്റുവാങ്ങിയിരുന്നു. ലഭിച്ചിരിക്കുന്നത് ബൃന്ദാവൻ ഹണി ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ബൃന്ദാവൻ ഹണി ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് കരിമ്പ. നിങ്ങൾ വേദിയിലേക്ക് ഇപ്പോൾ എത്തരുത്, ആദ്യം ഞങ്ങൾ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഒന്ന് കാണട്ടെ. ഓവർ ടു പ്രൊഫൈൽ. ബൃന്ദാവൻ ഹണി ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ് തേനീച്ചകളോടൊത്തുള്ള പ്രിൻസിയുടെ സഹവാസത്തിന് 15 വർഷത്തിലേറെയുള്ള പഴക്കമുണ്ട്. 2016-ൽ JLG ഗ്രൂപ്പ് ആയി രജിസ്റ്റർ ചെയ്ത ബൃന്ദാവൻ ഹണി ഫുഡ്സ് പ്രൊഡക്ട്സ് എന്ന ഈ ചെറിയ സംരംഭത്തിന് ഇന്ന് 1750 തേനീച്ചപ്പെട്ടികളിൽ നിന്ന് വർഷം 15 ടൺ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് വരാൻ സാധിച്ചു കഴിഞ്ഞു. തേനീച്ച കൃഷിയിൽ പാരമ്പര്യമായി പ്രവർത്തിക്കുന്ന കുടുംബത്തിന്റെ താങ്ങും തണലും പ്രിൻസിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും കുടുംബശ്രീ കൂട്ടായ്മയിൽ നിന്നും ലഭിക്കുന്ന ഊർജവും സംസ്ഥാന സർക്കാരിന്റെ സഹായങ്ങളും തേനീച്ച കൃഷിയുടെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തുന്നതിന് പ്രിൻസിക്ക് പ്രചോദനം നൽകുന്നുണ്ട്. തേൻ എടുക്കുക, അത് നേരിട്ട് വിപണനം നടത്തുക എന്ന രീതിയിൽ നിന്നും തേനിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്കും കടന്നതിന്റെ ഭാഗമായി തേൻ നെല്ലിക്ക, തേൻ കാന്താരി, വെളുത്തുള്ളിത്തേൻ, മഞ്ഞൾ തേൻ, മെഴുകിൽ നിന്നുള്ള മോയ്സ്ചറൈസർ, ലിപ് ബാം, ഹണി സോപ്പ്, പെയിന്റ് ബാം തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ബൃന്ദാവൻ ഹണി ഫുഡ്സ് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേനിന്റെ ഏറിയ പങ്കും ഖാദി ബോർഡ്, ഹോർട്ടികോർപ്പ് തുടങ്ങിയവയിലൂടെയാണ് വിൽപ്പന നടത്തുന്നതെങ്കിലും തുടക്കത്തിൽ ആഴ്ചച്ചന്ത വഴിയും പിന്നീട് നാനോ മാർക്കറ്റ്, ഇക്കോ ഷോപ്പ്, എക്സിബിഷൻ സ്റ്റാളുകൾ എന്നിവയിലൂടെയുമാണ് ഇവർ വിപണി കണ്ടെത്തിയത്. തേനീച്ചയെ പോലെ അധ്വാനശീലയായ ഈ കർഷകയെ തേടി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നിന്നുള്ള നിരവധി പുരസ്കാരങ്ങൾ എത്തിക്കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് ഇവർക്കുള്ള മെഡലുകളും ക്യാഷ് അവാർഡും പ്രശംസാ പത്രവും ഒക്കെ സമ്മാനിക്കാം. അതിനായിട്ട് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം നമുക്ക് ഇവർക്കുള്ള യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡലുകളാണ്. അത് നൽകുന്നതിനായി റെനീഷയെ ഞാൻ ക്ഷണിക്കുകയാണ്. യെല്ലോ ക്ലൗഡ് സമ്മാനിക്കുന്ന മെഡലുകൾ റനീഷ റഹ്മാൻ നമ്മുടെ മെമ്പേഴ്സിന് സമ്മാനിക്കുന്നു. മികച്ച ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ് ഇവർ ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബൃന്ദാവൻ ഹണി ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്.
കരിമ്പ. എല്ലാരും ഒന്ന് ഫേവർ ചെയ്ത് നിന്നാൽ നിങ്ങളുടെ ഫേസും കൂടെ കിട്ടും നമുക്ക് ഫോട്ടോയില്. എല്ലാവർക്കും വേണ്ടേ? ഇതൊക്കെ നല്ലൊരു മെമ്മറി അല്ലേ? അങ്ങനെ യെല്ലോ ക്ലൗഡ് നമ്മുടെ ബൃന്ദാവൻ ഹണി ആൻഡ് ഫുഡ് പ്രോഡക്ട്സിന് നൽകുന്ന മെഡലുകൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് ഇവർക്കുള്ള പ്രശംസാ പത്രമാണ് സമ്മാനിക്കുന്നത്. ഇത് സമ്മാനിക്കുന്നതിനായി ചോയ്സ് ഫുഡ്സ് ASM മിസ്റ്റർ സന്തോഷ് അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ശ്രീ സന്തോഷിന്റെ കയ്യിൽ നിന്നും ആ പ്രശംസാ പത്രം ഏറ്റുവാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്ന് ചിരിച്ചുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ചിരിച്ചു നിന്ന് സന്തോഷത്തോടെ പ്രശംസാ പത്രം സ്വീകരിക്കുക. ബ്യൂട്ടിഫുൾ. ഇനി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ക്യാഷ് അവാർഡ് ആണ് നമ്മൾ സമ്മാനിക്കാൻ പോകുന്നത്. അതിനായി ശ്രീ മണികണ്ഠൻ യു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ COA ശ്രീ മണികണ്ഠൻ ഇവർക്കെല്ലാവർക്കുമുള്ള ആ ഒരു ക്യാഷ് അവാർഡ് ഇവിടെ സമ്മാനിക്കുകയാണ്. കഴിഞ്ഞില്ല, ഇവർക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം കൂടി എക്സ്ട്രാ നമ്മൾ സമ്മാനിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ചോയ്സ് ഫുഡ്സ് ആണ് ഇവർക്കുള്ള ആ ഒരു സ്പെഷ്യൽ സമ്മാനം ഇവിടെ സമ്മാനിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് നിരന്ന് നിൽക്കുക. എല്ലാവർക്കുമുള്ള പുട്ടുപൊടിയാണ് നമ്മുടെ സ്പോൺസർ ചോയ്സ് ഫുഡ്സ് ഇവർക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ സ്പോൺസറായ ചോയ്സ് ഫുഡ്സ് എല്ലാവർക്കും പുട്ടുപൊടി സമ്മാനിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ശ്രീ ചോയ്സ് ഫുഡ്സ് ശ്രീ സന്തോഷ് ചോയ്സിന്റെ സമ്മാനിച്ചോളൂ. എല്ലാവരും ചേർന്ന് അതൊന്ന് ഏറ്റുവാങ്ങുക. ശ്രീ സന്തോഷിന്റെ കയ്യിൽ നിന്നും നമ്മുടെ ബൃന്ദാവൻ ഹണി ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് ടീം മെമ്പേഴ്സ് കരിമ്പ ഇവർ ഏറ്റുവാങ്ങുകയാണ് സമ്മാനങ്ങൾ. താങ്ക് യു ഓൾ. റെനീഷ മാത്രം ഒന്ന് സ്റ്റേജിൽ ഒരു അല്പസമയം കൂടി സ്റ്റേ ബാക്ക് ചെയ്യണം അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.